നമസ്കാരം പ്രിയമുള്ളവരെ, മുസ്തഫ കുന്നത്താണ്. മലയാള സാഹിത്യ തറവാട്ടിലെ എക്കാലത്തെയും വലിയ വിസ്മയമായ ഖസാക്കിന്റെ ഇതിഹാസത്തെയും അതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ അതിന്റെ ശില്പിയായ OV വിജയൻ സാർ ഉരുട്ടിയെടുത്ത മണ്ണായ തസ്രാക്കിനെ കുറിച്ചറിയാനുമുള്ളതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. 1969 പ്രസിദ്ധീകരിച്ച ഖസാക്കിന്റെ ഇതിഹാസം അവിചാരിതമായി ഖസാക്കിലെത്തുന്ന ഏകാധ്യാപകനായ രവിയും അള്ളാത്തിച്ച മൊല്ലാക്കയും നൈസാമലിയും മൈമൂനയും മുങ്ങാങ്കോഴിയും പത്മയും അപ്പുക്കിളിയും കുഞ്ഞാമിനയും മാധവൻ നായരും കുപ്പുവച്ചനും ഗ്രാമീണ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളും ദാരിദ്ര്യവും അന്ധവിശ്വാസങ്ങളും കാമവും മരണവും ഏകാന്തതയും പ്രകൃതി രമണീയതയും ഖസാക്കിലെ മനുഷ്യരും അവരുടെ വിചിത്രമായ ജീവിത രീതികളുമടക്കം ആ കാലഘട്ടത്തെ തൊട്ടറിയാനുള്ള ഒരു എളിയ ശ്രമമായിരുന്നു ഞങ്ങളുടെ ഈ യാത്ര. ഖസാക്കിലെ കാറ്റും പനകളും കിളികളും മനസ്സിൽ മായാത്ത മുദ്രയായി തീർന്നിട്ടുള്ള ഓരോരുത്തർക്കും ഖസാക്ക് എന്ന തസ്രാക്കും OV വിജയൻ സാറിന്റെ ഓരോ ചലനങ്ങളെയും ചിട്ടപ്പെടുത്തി വച്ചിട്ടുള്ള ആ പഴയ ഞാറ്റുപുരയും ഒരു നല്ല അനുഭവം തന്നെയായിരിക്കും. ചരിത്രരേഖകളിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ 1950കളുടെ തുടക്കത്തിൽ OV വിജയൻ തസ്രാക്കിലെ ഏകാധ്യാപക വിദ്യാലയത്തിൽ അധ്യാപകനായി ജോലി ചെയ്യാനാണ് ആ നാട്ടിലെത്തിയത് എന്നാണ്. എന്നാൽ ഇന്ന് ആ സ്മാരകത്തിന്റെ സംരക്ഷകരായ ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറഞ്ഞത് OV വിജയൻ സാറിന്റെ സഹോദരിയാണ് ആ ഗ്രാമത്തിൽ ഏകാധ്യാപികയായി ജോലി നോക്കാൻ എത്തിയതെന്നും രാഘവൻ നായർ എന്ന ആളുടെ കളപ്പുരയുടെ ഒരു കോണ് അവർക്ക് താമസത്തിന് നൽകിയെന്നും 1954 കാലഘട്ടത്തിൽ അവിടേക്ക് 20 ദിവസത്തെ വിരുന്നിനായി വന്നതായിരുന്നു OV വിജയൻ സാർ എന്നുമാണ്. ആ കാലഘട്ടത്തിലെ ഓർമ്മകളിൽ നിന്ന് മെനഞ്ഞെടുത്ത ഇതിഹാസ കാവ്യമായിരുന്നു ഖസാക്കിന്റെ ഇതിഹാസം. മലയാള സാഹിത്യ തറവാട്ടിലെ കാരണവരായ OV വിജയൻ സാറിന് പ്രണാമം.